PV അൻവറുമായുള്ള സഹകരണത്തിന്റെ വാതിൽ അടയ്ക്കാതെ UDF മുന്നണിയുമായി സഹകരിച്ചില്ലെങ്കിലും മത്സരരംഗത്ത് നിന്ന് മാറി നിൽക്കുമെന്നാണ് നേതാക്കൾ കരുതുന്നത്. PV അൻവർ UDFനും ഉണ്ടാകുമെന്നാണ് അവസാന നിമിഷം വരെ പ്രതീക്ഷിക്കുന്നതെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ് പറഞ്ഞു. VD സതീശനുള്ള UDFിലേക്ക് ഇല്ലെന്ന് പറഞ്ഞു വെച്ചതോടെ മുന്നണി സഹകരണത്തിന് PV അൻവർ ഇല്ലെന്ന് UDF നേതാക്കൾ ഏതാണ്ട് ഉറപ്പിക്കുന്നു. UDF നേതാക്കൾ സംസാരിക്കേണ്ട എന്നും അൻവർ പറയുന്നതിനാൽ ഇനി ചർച്ചയ്ക്ക് പ്രസക്തിയില്ലെന്നാണ് നേതാക്കൾ കരുതുന്നത്. അപ്പോഴും സ്വയം മത്സരിച്ച് LDFനെ വിജയിപ്പിക്കാൻ അൻവർ നിൽക്കില്ലെന്നാണ് UDFന്റെ വിലയിരുത്തൽ. മത്സരരംഗത്ത് മാറിയെന്ന് UDF വിജയിച്ചാൽ അതിൽ അവകാശവാദം ഉന്നയിക്കാൻ അൻവറിനാകും. അതിലൂടെ മുന്നണി പ്രവേശനം അൻവറിന് ഉറപ്പിക്കാനാകുമെന്നും UDF വിലയിരുത്തുന്നു. മത്സരിക്കാനില്ലെന്ന പ്രഖ്യാപനത്തിനെ ആ അർത്ഥത്തിലാണ് UDF കാണുന്നത്. PV അൻവറിന്റെ വാർത്താ സമ്മേളനത്തിന് ശേഷം നേതാക്കൾ ആശയവിനിമയം നടത്തി. കാത്തിരിക്കാനാണ് നേതാക്കളുടെ തീരുമാനം. സമയമുണ്ടല്ലോ, ഞങ്ങളൊന്ന് കൂട്ടായി ഒന്ന് ഇരിക്കട്ടെ, കൂട്ടായി ഇരുന്ന് ഞങ്ങൾ കാര്യങ്ങളിലേക്ക് വരും. അത് സംശയം എന്താ? ആ കാര്യത്തിൽ ഒരു സംശയം വേണം. ഇല്ലില്ല, വരട്ടെ, ഇനി സമയമുണ്ടല്ലോ. ഞങ്ങൾ ഇന്ന് നോമിനേഷൻ കൊടുക്കാൻ പോവാണ്. അതേസമയം മത്സരിക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ PV അൻവർ സമാന്തരമായി നടത്തുന്നതും നേതാക്കൾ കാണുന്നുണ്ട്. PV അൻവറിന്റെ പ്രവചനാതീതമായ സ്വഭാവമാണ് UDFനെ ആശയക്കുഴപ്പത്തിലാക്കുന്നത്. നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിന്റെ അവസാന മണിക്കൂർ വരെ എന്തും സംഭവിക്കാമെന്നാണ് UDF ക്യാമ്പിന്റെ വിലയിരുത്തൽ. കണ്ണൻ തിരുമലയ്ക്കൊപ്പം മുഹമ്മദ് അസ്ലം, മീഡിയ 1, നിലമ്പൂർ.